ഇടപഴകാതെ കളിയിലൊന്നും താല്പര്യമില്ലാതെ ഫോൺ നോക്കിയിരിക്കുന്ന ശീലമുണ്ടോ നിങ്ങളുടെ കുട്ടികൾക്ക്? ദേഷ്യപ്പെട്ട് ഫോൺ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അമിതമായി വാശി കാണിക്കുകയോ അക്രമാസക്തരാവുകയോ ചെയ്യുന്നുണ്ടോ? എങ്കിൽ ഇത് വെർച്വൽ ഓട്ടിസത്തിന്റെ ലക്ഷണമാവാം. നമസ്കാരം, ഞാൻ ഡോക്ടർ നയനരാജ്, മെഡിക്കൽ ഡയറക്ടർ, പുനർജനി ക്ലിനിക്. എന്താണ് വെർച്വൽ ഓട്ടിസം? ഇത് എങ്ങനെയാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറായി വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നമുക്ക് നോക്കാം. യഥാർത്ഥ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ പല കുട്ടികളിലും വ്യത്യാസപ്പെട്ടിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ശ്രേണിയിലുള്ള എല്ലാ അവസ്ഥകളെയും ഒരുമിച്ച് വിളിക്കുന്ന ഒരു പേരാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത്. ഓട്ടിസം എന്ന വാക്കിന്റെ അർത്ഥം അവനവനിലേക്ക് തന്നെ ചുരുങ്ങുക എന്നാണ്. ASD അഥവാ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിന് ജനിതകമായ കാരണങ്ങളോ അതല്ലെങ്കിൽ എൻവയറൺമെന്റൽ ഫാക്ടേഴ്സോ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്നാൽ വെർച്വൽ ഓട്ടിസം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. സാധാരണ വളർന്നു വരുന്ന ഒരു കുട്ടിയുടെ സ്ക്രീൻ ടൈം അമിതമാകുന്നത് മൂലം അവർക്കുണ്ടാകുന്ന ഒരു ശാരീരികവും മാനസികവുമായ ഒരു വൈകല്യമായാണ് നാം വെർച്വൽ ഓട്ടിസത്തിനെ കണക്കാക്കുന്നത്. ഇത് എസ്പെഷ്യലി 6 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾക്കാണ് കൂടുതലായിട്ടും നാം കണ്ടുവരുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ടാബ് എന്നിവയുടെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം ഉണ്ടാകുന്ന ഒരവസ്ഥ. നമ്മുടെ കുട്ടിക്ക് ഈ ഒരു അവസ്ഥയുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? മിക്കവാറും ഇങ്ങനെയുള്ള കുട്ടികൾ പുറത്തു പോകാൻ താല്പര്യം കാണിക്കാതെയോ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളായിട്ടൊന്നും കളിക്കാൻ താല്പര്യപ്പെടാതെ മുതിർന്നവരുമായി യാതൊരു രീതിയിലും ഇടപെടാതെ ഒറ്റയ്ക്ക് ഇരുന്ന് നമുക്ക് ആ ഒരു സ്ക്രീനിലേക്ക് മാത്രം ചുരുങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് സാധാരണയായിട്ട് വെർച്വൽ ഓട്ടിസം ഉള്ള കുട്ടികളിൽ നാം കണ്ടുവരാറുള്ളത്. അതുപോലെ ഇങ്ങനെയുള്ള കുട്ടികൾ എപ്പോഴും ഫോണിന് വേണ്ടിയിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രവണത കാണിക്കാറുണ്ട്. അതുപോലെ ഈ ഒരു രീതിയിൽ മൊബൈൽ ഫോൺ വാങ്ങി വെക്കുകയോ അല്ലെങ്കിൽ TV ഓഫ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള കുട്ടികൾ അമിതമായിട്ടുള്ള ഒരു വാശി പ്രകടിപ്പിക്കാറുണ്ട്. എന്നാൽ ചില കുട്ടികൾ അക്രമാസക്തരാകുന്ന ഒരു രീതി പ്രവണത പോലും ഇതിൽ കണ്ടുവരാറുണ്ട്. അതായത് ചില കുട്ടികൾ മണ്ണിൽ കിടന്ന് ഉരുണ്ടുകൊണ്ട് അവരുടെ ഒരു വാശി തീർക്കുകയോ അല്ലെങ്കിൽ ചെമ്മരിൽ പോയി തല ഇടിച്ചുകൊണ്ട് അവരുടെ ഒരു വാശി തീർക്കാറുണ്ട്. മറ്റു ചിലർ അത് ആരാണോ അത് ചെയ്തത് അവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ അക്രമാസക്തരാകുന്ന ഒരു പ്രവണത ഇങ്ങനെയുള്ള കുട്ടികളിൽ കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട്. മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള കുട്ടികൾ അവരെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മൊബൈൽ ഫോൺ നോക്കുകയോ അല്ലെങ്കിൽ TV കാണുകയോ ചെയ്തോട്ടെ, അവരുടെ പേര് വിളിച്ചാൽ പോലും അവർ തീരെ ശ്രദ്ധിക്കാറില്ല. അതുപോലെ ഈ ഒരു രീതിയിലുള്ള വെർച്വൽ ആയിട്ടുള്ള ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് അമിതമായിട്ടുള്ള എക്സ്ട്രീം വേർഷനാണ് വികൃതി എന്ന് പറയുമ്പോൾ നമുക്ക് യൂഷ്വലി കുട്ടികൾക്കൊക്കെ ഉണ്ടാവും വികൃതി. പക്ഷേ ഇത് കുറച്ചുകൂടി അമിതമായിട്ട് നമുക്ക് കൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഉണ്ടാവാറുള്ളത്. ഇനി അതോടൊപ്പം തന്നെ ചില കുട്ടികൾക്ക് ഉറക്കക്കുറവ് പോലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നുണ്ടെങ്കിലും മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഇതിൽ മിക്കവാറും ഐ കോണ്ടാക്ട് ഉണ്ടാക്കാറില്ല. മിക്കവാറും അവരുടെ ഒരു ലോകത്ത് തന്നെ മറ്റൊരാളുമായി അവർക്ക് ഒരു രീതിയിലും ഇടപെടാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് കുട്ടികൾ പെരുമാറി വരാറുള്ളത്. ഇനി ഇങ്ങനെയുള്ള കുട്ടികൾ കാർട്ടൂണിലാണ് കൂടുതൽ അഡിക്ഷൻ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാണുന്ന ഒരു ലക്ഷണമാണ് അവർ ആ കാർട്ടൂണിലെ കഥാപാത്രം അവരായി മാറുകയാണ്. അതായത് ആ കാർട്ടൂൺ കഥാപാത്രം എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് അതേപടി തന്നെ അനുകരിക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അവർ ഏതൊക്കെ രീതിയിലാണോ സംസാരിക്കുന്നത് കുട്ടികൾ അത് തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് വരുന്ന ഒരു രീതിയൊക്കെയാണ് ഇങ്ങനെയുള്ള കുട്ടികളുടെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വെർച്വൽ ഓട്ടിസം നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്ന് നോക്കാം. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് യാതൊരു കാരണവശാലും മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾ കൊടുക്കാതിരിക്കുക. കാരണം ഈ ഒരു പ്രായത്തിലാണ് അവരുടെ വിഷ്വൽ മെമ്മറി രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവർക്ക് ഇങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു മെമ്മറി ഇവർക്ക് അവരുടെ തലച്ചോറിൽ ഡോപ്പമിൻ്റെ ഉൽപ്പാദനം കൂട്ടുകയും ഇവർക്ക് എപ്പോഴും ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു സന്തോഷം അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ ഡോപ്പമിൻ്റെ ഉൽപ്പാദനം മൂലം. അപ്പം ഇങ്ങനെ വരുമ്പോൾ അവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു സന്തോഷം ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ സ്ക്രീനിലേക്ക് തന്നെ ചുരുങ്ങുന്നതായിട്ടാണ് കണ്ടുവരാറുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് യൂഷ്വലി അത് നമുക്ക് എല്ലാവർക്കും അറിയാം, അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രായത്തിൽ ഈ ഒരു രീതിയിലുള്ള ഒരു ബിഹേവിയറൽ അഡിക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അതുപോലെ തന്നെ അവരുടെ യൂഷ്വലുള്ള ആ ഒരു തലച്ചോറിന്റെ ഡെവലപ്മെന്റ് ഒരു മന്ദഗതിയിലാവുന്നതിനും ഇതൊരു കാരണമാവുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത് പറയാൻ എന്തൊരു എളുപ്പമാണ്, കുട്ടിയെ മാനേജ് ചെയ്യുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത്. അപ്പം നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക. നമ്മളെല്ലാവരും ജനിച്ചു വളർന്ന ആ ഒരു കാലഘട്ടത്തിലൂടെ നടക്കുമ്പോൾ നമ്മൾ ആരും മൊബൈൽ ഫോൺ നോക്കിയിട്ടല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആരും ഈ ഒരു TV
ടി വി കണ്ടുകൊണ്ടല്ല നമ്മളെ വീട്ടിൽ അച്ഛനമ്മമാർ ഒരുക്കിയിരിക്കുന്നത്. മിക്കവാറും അച്ഛനും അമ്മമാർക്കൊക്കെ പേടിയാണ് കുട്ടി പുറത്തേക്ക് ഇറങ്ങിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ. കുട്ടിയെ എല്ലാവരിലും അടച്ചിടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ മാതാപിതാക്കൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളെ കുറച്ചും കൂടി ക്രിയേറ്റീവായി എൻഗേജിങ് ആയിട്ടുള്ള ഗെയിംസിലോ അല്ലെങ്കിൽ സ്പോർട്സിലോ, ഇനി അതല്ല ചെറിയ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ ഉടൻ തന്നെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് കാണിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. പകരം അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളിപ്പാട്ടങ്ങളാവട്ടെ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അവർക്ക് ബിൽഡിംഗ് ബ്ലോക്സ് പോലുള്ള കാര്യങ്ങൾ, അത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ ഒരുപാട് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ നമുക്ക് ക്ലേ മോഡലിംഗ് ചെയ്യാം. ഇനി വരയ്ക്കാൻ ഇഷ്ടപ്പെട്ട കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയ രീതിയിൽ നമുക്കൊരു പെയിന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാം. അതുമല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇന്നത്തെ ജനറേഷന് അറിയണമെന്നില്ല. അതൊക്കെ നമുക്ക് ഒഴിവ് സമയങ്ങളിൽ നമ്മൾ മിക്കവാറും ചെയ്യുന്നത് തെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുന്ന ആ ഒരു ഒഴിവ് സമയം പോലും നമ്മൾ ഇത് കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ നമ്മൾ എടുക്കാറില്ല എന്നുള്ളതാണ്. അപ്പം അതൊക്കെ മാറ്റി കുട്ടികളോടൊപ്പം ഒരുമിച്ചിരുന്ന് വായിക്കാനും കളിക്കാനും നാം കൃത്യമായിട്ടുള്ള ഒരു സമയം കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ്. അതുപോലെ മറ്റൊരു കാര്യം, വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ഇടപഴകുന്നതിനുള്ള അവസരം കുട്ടികൾക്ക് കൊടുക്കുക. അത് പലപ്പോഴും അച്ഛനമ്മമാരുടെ ജോലിഭാരം ഒരു പരിധി വരെ കുറയ്ക്കാനായി സഹായിക്കും. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു കാരണവശാലും മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുക. അത് പിന്നീട് അവരറിയാതെ തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് അവരുടെ ശരീരത്തിലേക്ക് എത്തുകയും അത് പിന്നീട് ഭാവിയിൽ അമിതവണ്ണം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിന് ഒരു കാരണമാവുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, കുട്ടികളുടെ റോൾ മോഡൽസ് എന്ന് പറയുന്നത് അച്ഛനമ്മമാരാണ്. അപ്പോൾ കുട്ടികളുടെ മുമ്പിലിരുന്ന് നമ്മൾ മൊബൈൽ ഫോണിൽ തന്നെ നമ്മളെ അഡിക്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടിയും ആ ഒരു രീതിയിൽ തന്നെയാണ് വരാനുള്ള സാധ്യതയുള്ളത്. അപ്പം അതുകൊണ്ട് പരമാവധി കുട്ടികളുടെ മുമ്പിലിരുന്ന് ഈ മൊബൈൽ ഫോൺ നോക്കുന്ന ഒരു രീതി പരമാവധി ഒഴിവാക്കുക. കുട്ടികളിൽ ഒരു ബോധ്യം ഉണ്ടാവണം, ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു വസ്തു നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് ഉള്ളതാണ് എന്നുള്ളൊരു ധാരണ കുട്ടികൾക്ക് ഉണ്ടായാൽ മാത്രമാണ് അവർക്കും ആ ഒരു രീതി പിന്തുടരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അഥവാ 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് നാം മൊബൈൽ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ക്രീൻ ടൈം നിശ്ചയിക്കുക വളരെ അനിവാര്യമാണ്. അപ്പോൾ വളർന്നു വരുന്ന ഒരു തലമുറ നമ്മുടെ അശ്രദ്ധ മൂലം ഒരു വൈകല്യത്തിന് അടിമപ്പെടാതിരിക്കട്ടെ. എല്ലാവർക്കും താങ്ക് യു.